നമസ്കാരം. 92.3 മലയാളം എഫ്എമ്മിന്റെ 325ാമത്തെ ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉണ്ണിയാണ് ഇരിക്കുന്നത്. എന്നോടൊപ്പം ഇന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ബ്രോഡ്കാസ്റ്ററാണ്. ഇന്ന് മലയാളം റേഡിയോയുടെ വൈസ് കൺവീനർ കൂടിയായിട്ടുള്ള ഡോക്ടർ ശരത്ചന്ദ്രനാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അങ്കിൾ നമസ്കാരം. നമസ്കാരം. അപ്പോൾ മെൽബണിലും അതല്ലാതെ ലോകമെമ്പാടും ഇന്ന് റേഡിയോ ശ്രമിക്കുന്ന മലയാളികളെ നിങ്ങളുടെ അറിവിലേക്ക് ഇതൊരു വീഡിയോ ഇൻ്റർവ്യൂ കൂടിയാണ്. ഈ ബ്രോഡ്കാസ്റ്റ് 92.3 ഫ്രീക്വൻസിയിലൂടെ കേട്ട് കഴിഞ്ഞ ശേഷം, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് മെൽബൺ ടൈമിൽ കേട്ട് കഴിഞ്ഞ ശേഷം 2 മണിക്ക് ഓടുകൂടി ഒരു യൂട്യൂബിൽ ഇതൊരു വീഡിയോ ബ്രോഡ്കാസ്റ്റായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതറിയിച്ചുകൊണ്ട് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഞങ്ങൾ ആരംഭിക്കട്ടെ. അപ്പോൾ അങ്കിളിനെ റേഡിയോയുടെ ഒരു ഒഫീഷ്യൽ ചുമതലയുണ്ടെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. എൻ്റെ ഒരുപാട് ക്യൂരിയോസിറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ അങ്കിളുടെ അടുത്ത് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്കിൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതായത് വേൾഡിൽ ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അങ്കിളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടും അദ്ദേഹം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പഠിച്ചു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കി കഴിഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു ബ്രോഡ്കാസ്റ്റ് ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതുമ്പോൾ 56 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭിഷഗ്വരനാണ്, ഒരു ഡോക്ടറാണ് അദ്ദേഹം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. 2022 അദ്ദേഹം റിട്ടയർഡ് ആവുകയും ചെയ്തു. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരുപാട് പേരുടെ ആരോഗ്യം അസസ് ചെയ്യുകയും ഒത്തിരി പേരുടെ എക്സ്പീരിയൻസുകൾ കേൾക്കുകയും അവരുടെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉള്ള ആരോഗ്യത്തിൻ്റെ അസസ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. മുൻപ് അങ്കിളോടുള്ള കോൺവെർസേഷൻസ് കേട്ടിട്ടുള്ള ശ്രോതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം അങ്കിൾ എന്തോരം ഒരു നോളജ് റിപ്പോസിറ്ററി ആണെന്നുള്ളത്. ആദ്യമായിട്ട് കേൾക്കുന്നവരെ ജസ്റ്റ് ബി പ്രിപ്പയർഡ്. ഉണ്ണി ചോദിച്ചത് ഹെൽത്തിനെ പറ്റി വല്ലതും പറയാനായിട്ടാണ്. അപ്പോൾ എവിടെയാണ് ഈ ഹെൽത്ത് തുടങ്ങുന്നതെന്നും എന്താണ് ഈ ഹെൽത്ത് എന്ന ആളുകൾ മനസ്സിൽ ഒരു കൊണ്ടു നടക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കാനോട് പറഞ്ഞത്. അതെ, അതോടൊപ്പം അങ്കിൾ എൻ്റെ അടുത്ത് ശ്രോതാക്കളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അങ്കിൾ ഇന്നൊരു പ്രാക്ടീഷനിങ് ഫിസിഷ്യൻ അല്ല എന്നുള്ളത് കൊണ്ട് അങ്കിൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രൊഫഷണൽ അഡ്വൈസായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം ഞാൻ പറയുന്നു, അങ്കിളിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല. മറിച്ച് തിയോറട്ടിക്കൽ നോളജ് കാട്ടിലുമൊക്കെ ഒരുപാട് വിലയേറിയ കാര്യങ്ങൾ അങ്കിളിൻ്റെ മൈൻഡിലുണ്ട്. അതുപോലെ ഞാൻ പറയുന്നു, അങ്കിളിൻ്റെ ക്യൂരിയോസിറ്റി അങ്കിളിനെ ഡ്രൈവ് ചെയ്തത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മെഡിക്കൽ റിസർച്ചിലേക്ക് മാത്രമല്ല, അതല്ലാതെ ആന്ത്രോപോളജി ആയിരുന്നാലും കൾച്ചറിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരുന്നാലും മനുഷ്യരാശിയുടെ ഒരു സഞ്ചാരത്തെ പറ്റിയുള്ള സ്റ്റഡി ആയിരുന്നാലും ഒക്കെ അങ്കിൾ ഒരുപാട് ഇൻട്രസ്റ്റോടെ നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ വിസ്ഡം അങ്കിളുടെ മൈൻഡിലുണ്ടെന്നുള്ളത് ഞാൻ അവെയറാണ്. എനിക്കത് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ തന്നെ അറിവുകൾ ഒരുപാടുണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ ചോദ്യങ്ങൾ അങ്കിളുടെ ആ റൈറ്റ് സ്ഥലങ്ങളിൽ ട്രിഗർ ചെയ്ത് അതിൽ നിന്നും ഒരു വിസ്ഡം അതിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്കിൾ ശ്രമിക്കാം. ഇപ്പം അങ്കിളുടെ ഏജ് എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അങ്കിളിപ്പോൾ ഒരു 80+ ഒരു വ്യക്തിയാണ്. അതേസമയം അങ്കിൾ ദ വേ ദാറ്റ് യു ആർ ലീഡിങ് യുവർ ലൈഫ് സ്റ്റൈൽ, ദ വേ ദാറ്റ് യു ബിഹേവ്, ദ വേ ദാറ്റ് യു എൻഗേജ്, ശരീരത്തിൻ്റെ ആരോഗ്യമായിരുന്നാലും മാനസിക ആരോഗ്യമായിരുന്നാലും ഒക്കെ അങ്കിൾ പ്രകടിപ്പിക്കുന്ന ഒരു പ്രസരിപ്പുണ്ട്. അപ്പോൾ അത് ഇറ്റ് ടെൽസ് മീ ദാറ്റ് there should be certain values that are driving you. എന്താണ് ഇന്നത്തെ ജനറേഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞ് അവർ ചിന്തിക്കുമ്പം അവരുടെ മനസ്സിലെ മിത്ത് എന്താണ്? ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ് എന്നൊരു തീമിലാണ് ആളുകൾ സാധാരണ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ലുക്ക് ഗുഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോക്കിയാൽ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷനും മറ്റേ പ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷൻ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം ഈ ലുക്ക് ഗുഡ് ബേസിസാണ്. അപ്പം നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നാണ് ആളുകൾ അധികം നോക്കുന്നത്. അല്ലാതെ എൻ്റെ ശരീരത്തിന്
ഒരു ഹെൽത്ത് ഉണ്ടോ എന്നുള്ള കാര്യമല്ല അധികം നോക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ആൾ വാല്യൂ ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നത്. അപ്പോൾ കാഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഇമ്പാക്റ്റസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ. അത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയൽ പ്രോബ്ലമാണ് അത്. വാനിറ്റി. ആ വാനിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആണ് ഈ ബാക്കിയെല്ലാം ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓരോന്നാണ് ഇതിന് ചെയ്യുന്നത്. തന്നെ എക്സസൈസ് ചെയ്താലും ചോദിച്ചാലും അവർ ചെയ്യുന്നത് ഐ വാണ്ട് ടു ലുക്ക് ഗുഡ്. പിന്നെ സെക്കൻഡ് ഫീൽ ഗുഡ് അത് അടുത്തായിട്ട് വരും. പക്ഷെ അത് എക്സസൈസുകൾ കൂടുതൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ബാക്കി നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ആ ഏരിയയിലിട്ട് അത് പിന്നിലാണ്. പക്ഷെ മുന്നിലിരിക്കുന്നത് എപ്പോഴും ലുക്ക് ഗുഡാണ്. മനസ്സിലായി. ആ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതാണായാലും പെണ്ണായാലും അത് തന്നെ. മനസ്സിലായി. നമുക്ക് നമ്മളെ ഹാപ്പി ആക്കേണ്ടതിനെക്കാട്ടിലും നമ്മൾ മറ്റുള്ളവരെ ഒരു അംഗീകാരം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നതിലാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ ശ്രദ്ധ എന്നുള്ളത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ അതിൽ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഒരു നെബുലസ് കോൺസെപ്റ്റാണ്, അല്ലാതെ ഒരു ഡയറക്റ്റഡ് കോൺസെപ്റ്റ് അല്ല. ഓക്കെ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പലതും ചെയ്തിട്ടാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ. അത് ശരീരത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും, മനസ്സിന് വേണ്ടി ചെയ്യേണ്ടി വരും, പിന്നെ നമ്മുടെ സ്പിരിച്വൽ ഏരിയയിലേക്കും ചെയ്യേണ്ടതാണ്. ഈ 3 ലെവലിൽ നമ്മൾ ഒരു ഡെയിലി ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ വരുമ്പോഴാണ് ഓരോ രോഗങ്ങളായിട്ട് വരുന്നത് പിന്നീട്. അപ്പോൾ അതിന് ശരീരത്തിൽ നിന്നാണ് നമുക്ക് ടാഞ്ചബിൾ, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ശരീരമാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് ആദ്യം തന്നെ പഠിക്കേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ ഈ ആളുകൾ പോയിട്ട് ട്രെഡ്മിൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യും. ചില ആളുകൾ പോയി ജിംനേഷ്യത്തിൽ ചെന്നിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിൽ അവർക്ക് ഹെൽത്ത് കിട്ടും എന്നുള്ള ഒരു ആവശ്യം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ദുരുപയോഗങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ സമഗ്രമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഓക്കെ. അതായത് ശരീരത്തിന് വേണ്ടത് 4 തരത്തിലുള്ള എക്സസൈസാണ്. സ്റ്റാമിന എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാമിന ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എൻഡ്യൂറൻസ് കിട്ടാനായിട്ടാണ്. പക്ഷെ ആ എൻഡ്യൂറൻസ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ ട്രെഡ്മിൽ എക്സസൈസ്, റണ്ണിങ്, വാക്കിംഗ്, അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ സ്റ്റാമിനയും എൻഡ്യൂറൻസും കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ശരീരത്തിന് ശക്തി കിട്ടില്ല. സ്ട്രെങ്ത് എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുന്നത് ചെയ്യണം. ശക്തി ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഓരോ ജോയിൻറ്റിനുള്ള സ്ട്രെച്ചബിലിറ്റി അതില്ലെങ്കിൽ എത്ര എൻഡ്യൂറൻസ് ഉണ്ടായാലും എത്ര ശക്തി ഉണ്ടായാലും നമ്മൾ എന്തെങ്കിലും കാലെന്തെങ്കിലും എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ട്രിപ്പ് ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കാൽ ഉളുക്കി, പലയിടത്ത് ജോയിൻറ്റ് ഉളുക്കി എന്ന് ആളുകൾ പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ്സ് ഒന്നും സ്ട്രെച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ സ്ട്രെച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ വേറെ എക്സസൈസാണ് വേണ്ടത്. അതായത് നമ്മുടെ യോഗാസനം പോലുള്ള എക്സസൈസ് ചെയ്താൽ നമ്മുടെ ഈ ജോയിൻറ്റ്സ് എല്ലാം ഫ്ലെക്സിബിളായിട്ട് മാറും. അപ്പോൾ സ്റ്റാമിന ഉണ്ടാക്കുക, സ്ട്രെങ്ത് ഉണ്ടാക്കുക, ഫ്ലെക്സിബിലിറ്റി കിട്ടി. ഇത്രയായാലും നമ്മൾ ഒരു കാലം നിൽക്കാൻ പറഞ്ഞാൽ കവന്ന് അടിച്ച് വീണെന്നിരിക്കും. കാരണം എന്താ, ബാലൻസ് ഇല്ല. അപ്പം 4ാമത്തെ എന്ന് പറയുന്നത് ബാലൻസാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യണം. അതിന് വേണ്ട എക്സസൈസ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ യോഗയിലുള്ള ഈ വൃക്ഷാസനം പോലെ ഒരു കാലം നിൽക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. വേറെ ഈ തൈച്ചി എന്ന് പറയുന്ന എക്സസൈസ് ആളുകൾ ചെയ്താൽ ഈ തൈച്ചിയിൽ ഒരു കാലിൽ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന മൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. ആ തൈച്ചി എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ബാലൻസ് ശരിയാവും. അപ്പോൾ പ്രായമാകുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ
ബാക്കിയെല്ലാം എക്സസൈസ് ചെയ്യാൻ കഴിവില്ലാതെ വന്നാൽ തന്നെ ഈ തൈച്ചി പോലെ എക്സസൈസ് ചെയ്താൽ അവർക്ക് ഈ പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ബാലൻസ് ഇല്ലാതെ മറിഞ്ഞു വീഴുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടത് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വേണം, ബാലൻസും വേണം. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെറിബെല്ലത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനം. സെറിബെല്ലവും നമ്മുടെ ഇയറിലും പിന്നെ നെക്ക് മസിൽസിലും കൂടെയാണ് നമ്മൾ ഈ ബാലൻസ് കീപ്പ് ചെയ്യണത്. അപ്പോൾ അതിന് ട്രെയിൻ ചെയ്യണം. ഒരു കാലം നിന്നിട്ട് ട്രെയിൻ ചെയ്യുക, അതുപോലെ തയ്ച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക, കണ്ടിന്യൂ ചെയ്ത് ട്രെയിൻ ചെയ്ത് ബാലൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പ്രായമായ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ബാലൻസാണ്. പക്ഷെ ആ ബാലൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിന്, പ്രത്യേകിച്ചും കാലുകളിലുള്ള മസിൽസിന് ശക്തി വേണം. ഓക്കെ. അപ്പോൾ അതിന് ശക്തി ഉണ്ടാക്കാനുള്ള എക്സസൈസ് പ്രായമായ ആളുകൾ ചെയ്ത് ആ മസിൽസിന് ശക്തി ഉണ്ടാക്കിയെടുക്കുക, അത് കീപ്പ് ചെയ്യുക. മസിൽസിന് നേരത്തെ ശക്തി ഉണ്ട്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രായമാകുമ്പോൾ. അത് കുറയാതെ എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ബസ്കി എടുക്കുക എന്ന് പറയത്തില്ലേ, ഇരിക്കുക, അത് എഴുന്നേക്കുക, അതുപോലെയുള്ള എക്സസൈസ് ചെയ്ത് മസിൽസിന് ശക്തി ഉണ്ടാക്കുക. ഓക്കെ. ഇതാ വേണ്ടത്. സ്റ്റാമിന, സ്ട്രെങ്ത്, സ്ട്രെച്ചബിലിറ്റി, ബാലൻസിങ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്താലാണ് ഒരു കംപ്ലീറ്റ് ഫോം ഓഫ് എക്സസൈസ് എന്ന് പറയാൻ കഴിയുന്നത്. ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ എല്ലാ ആവശ്യമുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ശരീരത്തിനുള്ളത്. പിന്നെ മനസ്സിനുള്ള എക്സസൈസസ് ആണ് പിന്നെ നമ്മൾ വേണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഐ എം സ്ട്രെസ്ഡ് അപ്പ് എന്ന് പറയുന്നില്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ നോക്കിയാൽ നമ്മൾ ഓരോ പ്രോഗ്രസ്സും വിചാരിക്കുന്നത് എല്ലാം കൺവീനിയൻ്റായിട്ട് ചെയ്യാൻ കഴിയുന്നതും, അതേപോലെ തന്നെ മേക്ക് ഇറ്റ് ഈസി. എല്ലാ ഇൻവെൻഷൻസ് പറയുന്ന എല്ലാം നമ്മൾക്ക് മേക്ക് ഇറ്റ് ഈസി ഇൻവെൻഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾക്ക് ആ മേക്ക് ഇറ്റ് ഈസി ഇൻവെൻഷൻസിന് അതിൻ്റെ ഒരു ഡൗൺ സൈഡും ഉണ്ട്. ഒരു സമയത്ത് ആളുകൾ പോയിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് കുളിക്കുമായിരുന്നു. ഇപ്പോൾ പൈപ്പ് തുറന്ന് കുളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കൺവീനിയൻ്റാണ്. എല്ലാ ഇൻവെൻഷനും കൺവീനിയൻസ്, നമ്മുടെ ബോഡിക്ക് കൺവീനിയൻ്റ് ആയിട്ടും മൈൻഡിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസാണ് ഹ്യൂമൻസ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ മറുവശം ഇതാണ്. ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറയും എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ടാകുന്ന, അതേപോലെ എനിക്ക് ഈ ഇത് ഗോൾഫേഴ്സ് എൽബോ പെയിൻ ഇങ്ങനെ വരിക, എൽബോ പെയിൻസ്. ഇത് ചോദിക്കും, ഇതിപ്പോൾ ഒരു എപ്പിഡമിക് പോലെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ആളുകൾ ഈ തുണി അലക്കി ഇങ്ങനെ പിഴിഞ്ഞ് കൊണ്ടുവന്ന് അയലിടും. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. മനസ്സിലായി. അപ്പോൾ ഈ പിഴിയുന്ന ആക്ഷൻ കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എൽബോ ജോയിൻറ്റിന് അടുക്കെയുള്ള എല്ലാ ടെൻഡൻസിനും നമ്മൾ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്ന അത് നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് വല്ലതും ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പറയും എനിക്ക് ടെന്നീസ് എൽബോ ആയി, അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ ആയി എന്ന് പറയും. കാരണം ഇതാണ്, നമ്മളുടെ ഈ ഡെയിലി ആക്ടിവിറ്റീസ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് കൺവീനിയൻറ്റ് ഫോമിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേണ്ട മസിൽസിന് കിട്ടിക്കൊണ്ടിരുന്ന എക്സസൈസ് എല്ലാം നിന്നുപോയി. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാം റിമോട്ട് കൺട്രോളല്ലേ. ഇപ്പോൾ ഗരാജ് ഡോർ ചെന്നിട്ട് നമ്മളിങ്ങനെ റോളർ ഡോളറാക്കി മേളോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പൊക്കി തിരിച്ച് കയറിയിരുന്നു, ഓടിച്ചു, പിടിച്ച് താഴോട്ട്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്കൊരു എക്സസൈസ് കിട്ടും. അതൊന്നും ഇപ്പോൾ കിട്ടും. അതുമില്ല, അത് ഓട്ടോമേറ്റഡ് ആണ്. അതെ, അത് നമുക്കതിൻ്റെ ഒരു ഒരു പ്രത്യേകത. ഇപ്പോൾ ആളുകൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു.
സൈക്കിള് ചവിട്ടുന്നത് നിർത്തിയിട്ട് ഇപ്പം മോട്ടോർ ബൈക്കായി, അത് കഴിഞ്ഞ് കാറായി. എന്നിട്ട് ഇപ്പം പിന്നെ ചെയ്യുന്നത് എന്താണ്, സ്റ്റേഷനറി ബൈക്ക് മേടിച്ചിട്ട് അതേ ഇരുന്നിട്ട് ഇങ്ങനെ എക്സസൈസ്, ആൻഡ് യു ആർ ഗോയിങ് നോവെയർ ബട്ട് യു ആർ ഡൂയിങ് ദ എക്സസൈസ്. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഡെഡിക്കേറ്റഡ് സെഗ്മെന്റ് ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് ബൈക്ക് വെച്ചിട്ട് ഇരുന്ന് നടക്കാൻ പോകുന്നതിന് വരും. പിന്നെ ട്രെഡ്മിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. മറ്റത് ജോലിക്ക് പോകുമ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്നു, ഇപ്പോൾ പോയില്ല, ഇപ്പോൾ കാറിൽ കയറി പോകും. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം കൺവീനിയൻസ് ഉണ്ടാക്കി എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നഷ്ടപ്പെട്ടതിനെ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം മൈൻഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യവും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു സമയത്ത് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് മാറിയിട്ട് കുറെ കൺവീനിയൻസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ അൺനെസസറി ആയിട്ടുള്ള തിങ്സ് ആയിട്ട് മാറി. അപ്പോൾ പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റെമഡി കൊണ്ടുവരികയാണ്. അത് അങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ ആഹാരം കഴിക്കുന്ന നോക്കിയാലും അത് തന്നെ. ഒരു സമയത്ത് ആഹാരം നമ്മൾ പാചകം ചെയ്ത് അമ്മയും അച്ഛനും പഠിപ്പിച്ചത് എല്ലാം ചെയ്തുകൊണ്ട് അത് തിന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും വെളിയിൽ പോയി ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ വാങ്ങുക പെട്ടെന്ന്. അതായത് ഈ ആഹാരത്തിനോട് ഇങ്ങനെ തിന്നുക എന്നല്ലാതെ അതിനോടുള്ള ഒരു എന്താണ് ഒരു റെസ്പെക്ട് തന്നെ നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിനോട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല. റോഡിൽ പോയിട്ടൊരു ബർഗർ മേടിച്ച് നടക്കുമ്പോഴും ആഹാരം കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു എന്താണ് പറയുന്നത്, നമുക്കൊരു ബദ്ധപ്പാട് പോലെ ഈ ആഹാരം കഴിക്കണം. നമുക്കൊരു ബദ്ധപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഇത് തിന്നേ പറ്റുള്ളൂ, വയറ് വിശക്കുന്നത്, അതുകൊണ്ട് തിന്നണം. പക്ഷെ എവിടെ എങ്ങനെയാണ് തിന്നുന്നത് അതിനൊരു അച്ചടക്കമില്ലാതെ പോയി. അവിടെ അതിൽ കൂടെ ഒരുപാട് പിന്നെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ നമ്മൾ പേരുകളുണ്ട്. പക്ഷെ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ അറ്റൻഡ് ചെയ്തിട്ട് അത് ഏകാഗ്രമായിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സ്വഭാവം മാറിപ്പോയി. എല്ലാം പാരലൽ പ്രോസസ്സിംഗ് ആണ്, സീരിയൽ പ്രോസസ്സിങ് ഒന്നുമില്ലാതായി. ആഹാരം കഴിക്കുമ്പം അത് ആഹാരത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് അതിനും അറ്റൻഡ് ചെയ്ത് കഴിക്കുക എന്നുള്ള ഒരു ഇത് തന്നെ നഷ്ടപ്പെട്ടു. ഫോണിന് നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ ആഹാരം കഴിക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോർമൽ ഫിസിയോളജിയെ തന്നെ അത് ഇൻ്റർഫിയർ ചെയ്യുകയാണ്. അവിടെ പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ പറയാം, എനിക്ക് ആൾസർ ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് റീഫ്ലക്സ് വരുന്നു, ഇപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡിസീസസ്, അതിനൊക്കെ ലേബൽ ഇട്ടിട്ട് ഓരോ പേര് പറഞ്ഞു. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ ആ തത്വം തന്നെ നഷ്ടപ്പെട്ടു വരികയാണ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ ആഹാരം നോക്കുമ്പോൾ നമ്മുടെ സലൈവേഷൻ ഉൾപ്പെടെയുള്ള കാര്യം നമ്മുടെ ബോഡി പ്രിപ്പയർഡ് ആവുന്നുണ്ട് അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ നോക്കിയെടുത്ത് അത് കണ്ട് കൈകൊണ്ട് തൊട്ട് കഴിക്കുന്നതിലൊക്കെ അതിന്റെ അതായത് നമ്മുടെ വായിൽ തന്നെ ഒരു എൻസൈം ഉണ്ട്, ഈ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന അമൈലേസ്, സലൈവറി അമൈലേസ് എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിലിരുന്ന് ചവയ്ക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെയൊക്കെ അത് ഇവിടെ തന്നെ അതിൻ്റെ എൻസൈം ആക്ട് ചെയ്ത് ഡൈജഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കി പഞ്ചേന്ദ്രിയം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ദൂരെ കൂടെ പോകുമ്പോൾ ആഹാരത്തിൻ്റെ ഈ പിന്നെ സ്മെല്ല് കിട്ടുന്ന ഉടനെ നമുക്ക് ഉടനെ തന്നെ സലൈവേഷൻ തുടങ്ങും. അതായത് എനിക്ക് ആഹാരം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം വരും. ഇത് നമ്മൾ ഇതിൻ്റെ മണം ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുന്ന ഉടനെ അതിൻ്റെ ആഹാരത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് നമുക്ക് പിന്നെയും കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും ആഹാരം കഴിക്കാനുള്ള ആവശ്യത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അവിടെ ഇരുന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ ടാക്ടൈൽ സെൻസേഷനെ കൂടെ തന്നെ കൂടുതൽ ഈ ഡൈജഷൻ്റെ പ്രോസസ്സിന് ആക്ടിവേഷൻ ഉണ്ടാവും. അതിനിപ്പോൾ നമ്മൾ സ്പൂണും ഫോർക്കും ഉപയോഗിക്കുന്ന കാരണം ആ ആസ്പെക്റ്റ് നഷ്ടപ്പെട്ടു. മറ്റേ നമ്മുടെ എന്താണ് പാരമ്പര്യമായിട്ടുള്ള തിന്നുന്ന സ്ഥിതിയിലെടുത്ത് നോക്കിയാൽ ഈ കൈ ഇങ്ങനെ തൊടുമ്പോൾ അതിൻ്റെ ചൂടും അതിൻ്റെ സാന്ദ്രതയെല്ലാം കയ്യിൽ മനസ്സിലാവും. അത് ഒരു സ്റ്റിമുലേഷനാണ് നമ്മുടെ ഡൈജഷന് വേണ്ടി. അത് നഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മുടെ ഈ
യോഗയിലൊരു ഇതുണ്ട്, നമ്മുടെ 5 വിരലുകളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം ഈ തള്ളവിരൽ എന്ന് പറയുന്നത് ഫയർ, ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് എയർ, നടുക്കത്തെ വിരൽ അത് ആകാശം, പിന്നെ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് അത് ഭൂമി, ലിറ്റിൽ ഫിംഗർ അതായത് ചെറുവിരൽ അത് വെള്ളം. ഓഹോ. അപ്പം ഈ പഞ്ചഭൂതങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് ഈ 5 വിരൽ. അപ്പോൾ അതിങ്ങനെ ഇട്ടിങ്ങനെ ഞെവിടുമ്പോൾ അവരുടെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ 5 എനർജി ഇങ്ങനെ പാസ് ചെയ്യുകയാണ് നമ്മൾ. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ഇതിന് എല്ലാത്തിനും ഒരു ധാരണയുണ്ട്. ഈ യോഗി ഓരോന്ന് പറയുന്നതിനകത്ത് പലതും ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പെർമനൻ്റ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്പൂണും ഫോർക്കും കൊണ്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. അതെ. അതുമാത്രമല്ല, നമുക്കിതിങ്ങനെ ഈ ഞെവിടുക എന്നൊക്കെ പറയുന്ന ഇതൊന്നും നമുക്ക് മറ്റൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതെ, പറ്റില്ല. അത് സ്കിൽഫുള്ളി ഇങ്ങനെ, അതായത് ഒരു ഹാൻഡിക്യാപ്പ് ചെയ്യുന്ന പോലെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്കുള്ളപ്പോൾ അതിനെ തൊടാതിരിക്കാനോ സ്പർശിക്കാതിരിക്കാനോ ഒരു കാരണം വേറെ ഇല്ലല്ലോ. നമുക്കിപ്പോൾ ഒരു ഫാക്ടറായിട്ട് പറഞ്ഞേക്കാം. അതെ, പക്ഷേ ക്ലെൻലിനെസ് എന്ന് പറയുന്നത് നമ്മൾ കൈ കഴുകുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സർജനും കൈ കഴുകിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കൈ കഴുകുമ്പോൾ വേണ്ടത്ര ക്ലെൻലിനെസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്ത് തന്നെ അവരെന്താ പറയുന്നത്, 2 മിനിറ്റ് സോപ്പ് ഇട്ട് കൈ കഴുകുക, കോവിഡ് വൈറസ് കൈയിരിക്കുന്നത് പോകുമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു പ്രോപ്പർ ക്ലീനിങ് നമ്മൾ കൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ വളരെ ശുദ്ധമായ കാര്യമാണ്. അതുമാത്രമല്ല, അതിൽ കൂടുതൽ ശുദ്ധമാക്കാനും പറ്റില്ല. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ നമ്മളുടെ കൈ ഈ പറയുന്ന പ്രൊസീജിയറിൽ കൂടെ എല്ലാം കഴുകിയിട്ട് ആ കൈ ഇപ്പോൾ ഒരു പെട്രി ഡിഷിനകത്ത് തൊട്ടാൽ പിറ്റേ ദിവസം അതിനകത്ത് സ്റ്റാഫിലോക്കോക്കസ് ഗ്രോ ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ സോ യു കനോട്ട് കംപ്ലീറ്റ്ലി എവർ ക്ലീൻ ഇറ്റ്. റെസിഡ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറേ ബാക്ടീരിയ എപ്പോഴും. യു കനോട്ട് ക്ലീൻ ദ ബാക്ടീരിയ ഓഫ് കംപ്ലീറ്റ്ലി, അത് സംഭവിക്കില്ല. അവന് ആ ഒരു ഇതില്ല, ആ ഒരു ലെവൽ കുറയ്ക്കുകയെന്നുള്ളൂ. ദാറ്റ് ദ ബോഡി ഹാസ് ദി ഇനഫ് ഇമ്മ്യൂണിറ്റി ടു ടോളറേറ്റ് നമ്പർ ഓഫ് ബാക്ടീരിയ. അതിന് പിന്നെ ഇതില്ല. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിനകത്ത് ഇപ്പോൾ സാലഡ് തിന്ന് അത് തിന്ന് ഇതെല്ലാം തിന്നതിനകത്ത് ഉള്ള അണുക്കളെല്ലാം ശരിക്കും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറ്റിലുള്ളത് അതിനെല്ലാതും ശുദ്ധി ചെയ്തോളും. അതിൻ്റെ pH എന്ന് പറയുന്നത് 2.6 വരെ എത്തും. അതെ, അതിനകത്ത് വിരലിട്ടാൽ നമ്മുടെ വിരൽ കത്തും. പക്ഷെ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. അതായത് സ്റ്റമക്കിൻ്റെ ലൈനിങ്ങിന് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്, അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റമക്കിൽ മാത്രമേ ഉള്ളൂ. ആ സ്റ്റമക്ക് ആസിഡ് എടുത്ത് നമ്മുടെ വിരലിട്ടാൽ ആ വിരൽ കത്തും. അങ്ങനെ ആഹാര ഏരിയകൾ പലതും നമ്മൾ മാറിയിട്ടുണ്ട്. അതിൽ കൂടാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഏരിയയിൽ നമ്മൾ മോഡേണൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡേണൈസ് അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെക്കഡൻസ് ഉണ്ടായിരിക്കുകയാണ് ഇതിനകത്ത്. ഇതെല്ലാം കൺവീനിയൻസിന് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാം ബേസ്ഡ് ഓൺ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കൺവീനിയൻസിന് വേണ്ടിയുള്ള ഓരോ ഉൽപ്പാദനങ്ങളും ഓൾ ദ ന്യൂ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹൗ ടു സ്റ്റോപ്പ് യു ഡൂയിങ് സംതിങ്. അതായത് നമുക്കതൊരു ഒരു മീനിയൽ എന്ന് തോന്നുന്ന എല്ലാത്തിനും നമുക്കൊരു ഒരു ഇൻവെൻഷൻ ഉണ്ട്. അങ്ങനെയാണ് വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും എല്ലാം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പറയും ദാറ്റ് ഇസ് മേക്കിംഗ് യുവർ ലൈഫ് ഈസി ഫോർ വാട്ട്? സോ ഒരുപക്ഷെ മണി മേക്കിംഗ് നമ്മുടെ ഒക്കെ ഒരു കീ ടാർഗറ്റായി മാറി ഒട്ടുമിക്ക മനുഷ്യരുടെ. മനസ്സമാധാനമല്ല, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വി ആർ വിക്ടിംസ് ഓഫ് ക്യാപിറ്റലിസം എന്ന് മനസ്സിലാണ്. ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് കെയിം ത്രൂ ആക്ച്വലി ദ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്. അതിൽ കൂടെയാണ് ഇത് വന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ സമയം വേസ്റ്റ് ചെയ്യുന്നത്. ആളുകൾ പറയുന്നത് അവൻ സമയം വേസ്റ്റ് ചെയ്യുന്നു പറയുന്നു. അത് പാടില്ല. അപ്പം നമ്മൾ തൽക്കാലം നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം, വല്ലതും
ഒറ്റയായിട്ടിരിക്കണം, എന്നിട്ട് വിൽക്കണം, അതിൽ നിന്ന് നമുക്ക് മുതലുണ്ടാക്കണം. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. അതെ. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മോട്സാർട്ടും അതേപോലെ ബെയ്ഥോവനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. ഈയിടെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? നമ്മൾ ഈ ഇത്രയും കൺവീനിയൻസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് സമയം ഒരുപാട് നമുക്ക് സ്പെയർ ചെയ്യാനായിട്ട് തന്നിട്ടും എന്തുകൊണ്ട് നമുക്കിപ്പോഴും ഒരു മോസാർട്ടും ഒരു ബെയ്ഥോവനും അങ്ങനത്തെ ഈ ഓൾഡ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ, നമ്മുടെ സംസ്കാരത്തിലുണ്ട്. നമ്മുടെ ഈ ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനെയൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെയുള്ള ആളുകൾ ഈ പുതിയ ആരും കാണുന്നില്ല. എന്താ കാര്യം? ഈ സമയം നമുക്ക് ലാഭിക്കാനായിട്ടാണ് ഒരുപാട് ഇൻവെൻഷൻസ് ഉണ്ടാക്കിയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ഇന്നത്തെ ഔട്ട്കാസ്റ്റുകളാണ്. കാരണം അവർക്ക് ഇന്ന് അങ്ങനത്തെ ഉള്ളവർക്ക് പ്ലാറ്റ്ഫോംസ് ഇല്ലല്ലോ. പ്ലാറ്റ്ഫോം അല്ല, അവരുടെ മനസ്സിൽ ഇതുണ്ട്, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാണെന്ന്. ഒരു പക്ഷേ അതെ, മനസ്സിലായി. അപ്പൊ ഈ ടൈം വേസ്റ്റ് ചെയ്യാത്ത ആളാരാണ്? അവിടെ പോയി നട്ട്സും ബോൾട്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാം ടൈം പ്രൊഡക്റ്റീവാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ലൈനിൽ ഇരുന്നിട്ട് ഒരു 2 നട്ട് വരുന്ന ഓരോന്നിനും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ നട്ടും ബോൾട്ടും ഇടുന്നവൻ ആയിരിക്കും ഒരു മോസാർട്ട് ദാറ്റ് വി ലോസ്റ്റ്. അവന് ജീവിതഭാരം എന്ന് പറയുന്നത് ഇതാണ്: ജോലി ചെയ്യുക, വീട്ടിൽ കാശ് കൊണ്ടുവരിക, കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യുക, ഭാര്യയ്ക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മറ്റേ ചുമ്മാ ഇരിക്കുന്നവനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതല്ലേ പറയണം. അങ്ങനെ ചുമ്മാതിരുന്ന ആളുകളാണ് നമ്മുടെ ഋഷിവരന്മാർ മുഴുവൻ. അവർ കണ്ണുടച്ച് ചുമ്മാ ഇരുന്നിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. അങ്ങനത്തെ ഒരു സംരംഭമേ ഇല്ല ഇപ്പോൾ. ഈ ചുമ്മാതിരിക്കുക എന്ന് പറയുന്നതാണ് കില്ലിങ്, നോൺ പ്രൊഡക്റ്റീവായിട്ട്. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ലോസ്റ്റായി പോകുന്നു എന്ന് പറയുന്നതിൻ്റെ, അതായത് ഇപ്പം ഒരുപാട് പേർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് പറയാം. അതായത് ഏറെക്കുറെയും വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കി എടുക്കുന്നതിലാണ് മനുഷ്യന്റെ ഒരു ഇത്. വില കൊടുക്കുന്ന അതിനോട്ടാണ്. എത്ര കെട്ടിടം വെച്ചു, അല്ലെങ്കിൽ എത്ര സെന്റ് സ്ഥലം വാങ്ങി, എത്ര സ്വർണ്ണം ഇട്ടു, എത്ര വലിയ കാർ, ഇതിലൊക്കെയാണല്ലോ. ഇത് ഒരുപക്ഷെ ഈ തലമുറ മാത്രമല്ല. ഐ തിങ്ക് വി ഓൾ ബീൻ ബിൽഡിംഗ് ourselves, humanity towards this. അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ദി എസൻസ് ഓഫ് ക്യാപിറ്റലിസം. അതാണ് സംഭവിക്കുന്നത്. വി ആർ ഓൾ വിക്ടിംസ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റിക് സ്ട്രക്ചർ. ഓക്കെ. മുതൽ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആകപ്പാടെ ലൈഫ് മിഷൻ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതെല്ലാം പുറകോട്ട് പോകും. അത് പിന്നെ സമയം കണ്ടിട്ട് ചില ആളുകൾ അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കുറേ സമയം അതിന് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ പോകുന്നവരുടെ ഇവരൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ആ ഒരു പ്ലേസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഈ ലൈഫിലെ സംരംഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. കാരണം ഈ ഡിമാൻഡാണ്. അത് മാത്രമല്ല, പിന്നീട് ഈ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരു സമയത്ത് സ്ലേവറിയെ പറ്റി പറയും. അവിടെ ലോ ഒക്കെ കൊണ്ടുവന്ന് സ്ലേവറിയൊക്കെ നിർത്തി. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് നിയോ സ്ലേവിസമാണ്. നിയോ സ്ലേവിഷ് സ്റ്റേറ്റാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വന്ന് ആദ്യം തന്നെ ഒരു പ്രായപൂർത്തിയായി കോളേജിൽ നിന്നൊക്കെ വന്ന് ആദ്യം ഇനി പോയി ഒരു ഭാര്യയൊക്കെ ആയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് വീട്. അപ്പോൾ വീടിന് വേണ്ടി നമ്മൾ ധനം വേണം, അതിൻ്റെ മൂല്യം വേണം. അപ്പോൾ ഇത് ബാങ്കിൽ പോയിട്ട് മോർട്ട്ഗേജ് മേടിക്കും. ആ മോർട്ട്ഗേജ് എന്ന് പറയുന്നത് 25 വർഷത്തേക്കോ 30 വർഷത്തേക്കൊക്കെയാണ് ആ ബാങ്ക് തരുന്നത്. അപ്പോൾ ആ ബാങ്കിൻ്റെ മൂലധനം നമ്മൾ വായ്പ എടുത്തിട്ടാണ് ഈ പോയിട്ട് ഈ വീട് മേടിക്കുന്നത്. അന്ന് തൊട്ട് നമ്മളൊരു സ്ലേവ് ആകുകയാണ്. വിക്ടിം ഓഫ് ദ ഗ്രിഡ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ
അന്ന് മുതൽ നമ്മൾ സ്ലേവ് ആണ്. നമുക്ക് ഒരു ദിവസം പോലും രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വി ആർ ഡ്രിവൺ ബൈ അവർ ഓൺ ബോറോയിങ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സെറ്റപ്പാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ലൈക്ക് ലെമിങ്സ് വി ആർ ജസ്റ്റ് ഫോളോയിങ് ഇൻ ടു ദ സെയിം തിങ്. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ 25 വർഷം കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു സ്ലേവായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ ഞാൻ പോയിട്ട് ഇത്തിരി ബെയ്തോവനാവാൻ ഒന്നും പറ്റില്ല. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ആരെങ്കിലും കൊണ്ടേക്ക് തരണം. നീ ഇത് വെച്ചോ, നിന്റെ ജീവിതം മുഴുവൻ ഉള്ള ആവശ്യത്തിനുള്ള ധനം ഇതാണ് നിന്റെ ഉണ്ട്. ഈ ധനമില്ലാതെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കൊരു ക്വാളിറ്റി എക്സ്ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. വാല്യൂ, ദ ഓൺലി വാല്യൂ പീപ്പിൾ സീ ഈസ് ഇൻ മണി. കാരണം അതിൽ മാത്രമേ ട്രസ്റ്റ് ഉള്ളൂ. ക്വാളിറ്റിയിലൊന്നും ട്രസ്റ്റ് ഇല്ലല്ലോ, ട്രസ്റ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അത് മാത്രമല്ല, എല്ലാത്തിലും നമ്മുടെ മനസ്ഥിതി തന്നെ മാറിയിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ളൊരു ചോദ്യം വരും. അതില്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വളരെ ദൂരമാണ്. നമുക്ക് ഈ ധാർമ്മിക സംസ്കാരത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ള ധാരണയിലാണ് നമ്മുടെ ധാർമ്മിക സംസ്കാരം ഉണ്ടായിരുന്നത്. അതായത് സെർവ് സംബഡി, സെർവ് ദ ഹ്യൂമാനിറ്റി, സെർവ് ദ ഫാമിലി, സെർവ് ഗോഡ്, വാട്ട് എവർ. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ എല്ലാം സെർവ് ചെയ്യുന്ന കോൺസെപ്റ്റിലായിരുന്നു ഈ ധാർമ്മിക സംസ്കാരം ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മാറിയിട്ട് ക്യാപിറ്റലിസ്റ്റിക് സംസ്കാരത്തിലോട്ട് വന്നിരിക്കുന്നത്. വി ആർ ആസ്കിങ്, വി ആർ ഡിമാൻഡിങ് അവർ റൈറ്റ്സ്, ബട്ട് വി ആർ നോട്ട് ഡിമാൻഡിങ് അവർ സെൽഫ് ഓഫ് അവർ റെസ്പോൺസിബിലിറ്റീസ്. അതാ വ്യത്യാസം. മറ്റേത് ഈ ധാർമ്മിക സംസ്കാരത്തിൽ നമ്മൾ എല്ലാം റെസ്പോൺസിബിലിറ്റിയിലല്ലാണ്ട് നോക്കുന്നത്. അതായത് ഞാൻ ജനിച്ചു വളർന്നു, അപ്പോൾ എനിക്കൊരു പ്രായപൂർത്തി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഓരോ റെസ്പോൺസിബിലിറ്റിയിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എന്താണ് സ്വധർമ്മം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അതായത് മകൻ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം എന്നൊക്കെ പറയുന്ന ആ സംസ്കാരം വരുന്നത്. ഭാര്യയെ നോക്കണം, കുട്ടികളെ നോക്കണം, പിന്നെ ചുറ്റുപാടുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കണം, അമ്പലത്തിനെ നോക്കണം. ഇങ്ങനെ ഓരോന്നും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ മാറിയിട്ട് ഈ ക്യാപിറ്റലിസ്റ്റിക്, അതായത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. അവിടെ ഈ മടിയന്മാരെന്ന് നമ്മൾ പറയുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ. മനസ്സിലായോ? അവരാണ് ഈ ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ. പക്ഷേ അവരുടെ ഒരു സ്ഥിതി നമ്മൾ വളരെ ഇതായിട്ടാണ് കാണുന്നത്, ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഒരുപാട് സോഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ റൈറ്റായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് റൈറ്റായിട്ട് അവരെടുക്കുമ്പോഴും പണ്ട് ഭിക്ഷാംദാഹി ഭിക്ഷയാണത്. നമ്മൾ സോഷ്യൽ ഇത് കൊടുക്കണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് ഫോം ഭിക്ഷയാണ്. ധർമ്മം സ്റ്റേറ്റാണ് കൊടുക്കുന്നത്, സ്റ്റേറ്റ് ധർമ്മം. ഇപ്പം അത് മാറി. വൺ ഓഫ് ദി അതർ വേ, ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പം ജനിച്ച ഫാമിലിയിൽ നിന്നും ഒരു മനുഷ്യനെ ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ഒരു ഗ്രിഡിന്റെ പാർട്ടാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ബെനഫാക്ടറായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവന്റെ കൂറ് കിടക്കുന്നത് സ്റ്റേറ്റിനോടായിരിക്കും, അവനെ വളർത്തിയ ഫാമിലിയോടായിരിക്കത്തില്ല. ബിക്കോസ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റിനോടാണ് ഫോർ ഗിവിംഗ് മീ ദ സ്ട്രെങ്ത് to be independent and everything, but where is this demand for independence coming from? Because value is in money, not in the other qualities that I carry with me. അതാണ് പറഞ്ഞില്ല, അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അവിടെയാണ് ഈ പോയിന്റ് ഓഫ് സ്ട്രെസ്സസ് കിടക്കുന്നത്. മനസ്സിലായോ? ഈ ഇൻഡിവിജ്വൽ സ്ട്രെസ് വരുന്ന ഈ മാതിരിയുള്ള ഓരോ സ്ഥലത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ the person is under so much of stress. ഒരു സമയത്ത് ഒരു വീട്ടിൽ കൂട്ടുകുടുംബത്തിൻ്റെ സമയത്ത് ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇത് എല്ലാവരുടെയും കൂടെ പ്രശ്നമായിരുന്നു. ആൻഡ് ദേ വിൽ ഓൾ കം ഇൻ ആൻഡ് മേക്ക് ഇറ്റ് ബെറ്റർ. ഇന്ന് ആ ഇൻഡിവിജ്വൽ തന്നെ ഇൻഡിവിജ്വലിസം പറയുമ്പോഴും
അവർക്ക് അതിൻ്റെ സ്ട്രെസ്സാണുള്ളത്. അതൊന്നും സപ്പോർട്ട് സ്ട്രക്ചർ അവിടെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. മറ്റേ ഈ ഫാമിലി കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതെ, ആരോടെത്തിയില്ല. അപ്പോൾ ഒരു പക്ഷേ ഉത്തരം, അതായത് നമ്മൾ ആരോഗ്യത്തിന്റെ ഒരു അസസ്മെന്റിൽ നിന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തുന്നത്. അത് ഈ ഇമോഷണൽ ഏരിയയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫിസിക്കൽ പാർട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഇമോഷണൽ ഏരിയയിലുള്ള അതിന്റെ ഈ ഡൗൺഫോൾ ഏരിയ ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ തന്നെ ആളുകൾക്ക് ആരോഗ്യം ചോദിച്ചാൽ ഇത് ഞാൻ ഹോബി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനൊന്നും സമയമില്ല എന്ന് പറയാം. ഞാൻ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പേഷ്യൻസ് ആയിട്ട് വരുന്നവരോട്, എന്തെങ്കിലും നിങ്ങളുടെ ഹോബിയാണ്, അതിനൊന്നും സമയമില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിലാക്കണം, അവരുടെ മനസ്സിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പലതും കാണും. ഒരു പക്ഷെ എന്താണ് ഹോബി, എന്താണ് ഡെഫിനേഷൻ? ഹോബി എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ദർ ഷുഡ് ബി സംതിങ് ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ്. അല്ലാതെ ചുമ്മാ ഇരുന്ന് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക ചെയ്യുന്നത് പാസ്റ്റ് ടൈമാണ്. അല്ലെങ്കിൽ ഫുട്ബോൾ കാണാൻ പോവുക, ക്രിക്കറ്റ് കാണാൻ പോവുക, ഇതൊക്കെ പാസ്റ്റ് ടൈമാണ്. അത് മറ്റുള്ളവരുടെ ഹോബി നമ്മൾ ആസ്വാദിക്കുകയാണ്. അതെ, മനസ്സിലായി. ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയവൻ്റെ ഹോബിയാണ് ബുക്ക് എഴുതിയത്. റീഡിങ് ഹോബിയല്ല, പാസ്റ്റ് ടൈമാണ്. ആ ഹോബി ആ എഴുതിയവനാണ്. Author has the hobby of writing. So you got to they have to have some creative process. അതിന് വേണം. അത് നമുക്ക് എല്ലാ ഇൻഡിവിജ്വലിനും ആ ഒരു ഹോബി കോൺസെപ്റ്റ് വേണം. അത് നമ്മൾ നർച്ചർ ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയും, പക്ഷെ എന്തുകൊണ്ട് അതിന് സമയമില്ല എന്ന് പറയും. അങ്ങനെ ആ ഒരു ഈ ഹോബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു ഉത്തേജനം മനസ്സിന് കൊടുക്കുന്നത്. അതെ, അതിനൊരു പാഷനുണ്ട്, നമുക്കത് ചെയ്യാനുള്ള പാഷൻ. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു മോണിറ്ററി വാല്യൂ നോക്കിയിട്ടല്ല അത് ചെയ്യണത്. അല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പറയുന്നത് അതൊരു പാഷനാണ്. ആൻഡ് യു ആർ ഗിവിങ് ടു ദി സൊസൈറ്റി സംതിങ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ പാഷൻ, അതിൻ്റെ റിവാർഡെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തു എന്നുള്ള ആ ഒരു നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, അത് മറ്റുള്ള ഒരാൾക്ക് അത് ഉപകാരമായേക്കാം. അത്രേ ഉള്ളൂ. അതൊരു ദാറ്റ്സ് ആൻ ഇൻസിഡൻ്റൽ പ്രോഫിറ്റ്, അല്ലാതെ ഒരു ഡെഡിക്കേറ്റഡ് പ്രോഫിറ്റ് അല്ല. അതെ, ഒരു പക്ഷെ അതാണൊരു പ്രോപ്പർ ഡെഫിനിഷൻ ഓഫ് ഹോബി. അത് ഞങ്ങളിത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കാരണം ഹോബിയെ പറ്റി ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെയും ക്യൂരിയസ് ആയി. കാരണം പലതിനകത്തും എനിക്കിങ്ങനെ ഈ ഒരു വേർതിരിവ് ഞാനിങ്ങനെ സ്പെസിഫിക്കലി ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ചിലത് ഉപയോഗമുള്ള കാര്യങ്ങളായിട്ട് തോന്നാറുണ്ട്, ചിലത് ഉപയോഗമില്ലാത്തതായിട്ട് തോന്നാറുണ്ട്. ഹോബിയാണ്, ഇതാണ് ഹോബി എന്ന് പറയുമ്പോൾ വളരെ മിസ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡാണെന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം. പാസ്റ്റ് ടൈം ഷുഡ് ബി ദ ബെറ്റർ വേർഡ്. പാസ്റ്റ് ടൈം ഹാസ് ടു ബി സീൻ ഡിഫറെന്റ് ഹോബി, അത്രേ ഉള്ളൂ. നമ്മളൊരു ബുക്ക് വായിക്കാനിരിക്കുക, അല്ലെങ്കിൽ സിനിമ കാണാനിരിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് പോയി കാണാൻ പോവുക, ഇതെല്ലാം ഇത് പാസ്റ്റ് ടൈമാണ്. അതിനകത്ത് നമ്മൾ ഒന്നും പേഴ്സണലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ആക്ച്വലി ക്രിയേറ്റിംഗ് എനിത്തിങ് ഓർ കോൺട്രിബ്യൂട്ടിങ് എനിത്തിങ് ഇൻ ടു ഇറ്റ്. I think all this ties back to health as well. അതെ, അങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ കറക്റ്റ്നെസ് വരുന്നത്, ഒരു ബാലൻസ് വരുന്നത്. ഇതെല്ലാം അതിനകത്ത് വരും. പ്രത്യേകിച്ച് ഹോബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പാഷനുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാത്ത എന്തുവാ, ഇല്ല ബാങ്കിന് കൊടുക്കാനുള്ള കാശ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വി ഹാവ് ടു പ്രോബ്ലി ഡു ഓവർ ടൈം ടു പേ ദി ബാങ്ക് മോർഗേജ് മണി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാഷനുള്ള ചില കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. എക്സാക്ട്ലി, അതാ ഞാൻ പറഞ്ഞ ന്യൂ സ്ലേവറി എന്ന് ഞാൻ പറഞ്ഞത്. അതെ, അല്ല അത് ഇപ്പോൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പം ഈ അവയർനെസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതായത് പലർക്കും അവർ ചെയ്യുന്ന കാര്യം പാഷനല്ല, അവരത് മെക്കാനിക്കലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദേ ആർ ഡൂയിങ് ഇറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ക്യാൻ ഫീഡ് ദ ഫാമിലി, അല്ലെങ്കിൽ അവരുടെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് ആ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് മണി മേക്കിങ്ങിലൂടെയാണ്. ആ മണി അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ മെക്കാനിക്കൽ പ്രോസസ്സ് അവർ ചെയ്യണം. ദേ ആർ നോട്ട് എൻജോയിങ് ഇറ്റ്. അങ്ങനെ വരുന്നിടത്ത് അവരുടെയും ആരോഗ്യം, അവിടെയാണ് ഈ സ്ട്രെസ് എന്ന് ആളുകൾ പറയുന്നത്. ബിക്കോസ് യു ആർ ഡൂയിങ് തിങ്സ് ഓൺലി ഫോർ ദിസ് മണി സേക്ക്. അതിനകത്ത് നമുക്ക് സോ ലോങ് ദ വർക്ക് യു ആർ ഡൂയിങ് ഈസ് ആക്ച്വലി യുവർ ഹോബി, then there is no stress.
യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടുമാറോ. നമ്മൾ ചാടി എഴുന്നേറ്റ് പോയിട്ട് ഓഫീസിൽ പോകും. കാരണം എന്താ, നമ്മൾ അവിടെ ചെയ്യുന്നതിന് നമുക്ക് വളരെ ഇമ്പമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്തൊരു ജോലിയാണെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിനകത്തുനിന്ന് കുറച്ച് മുതൽ കിട്ടും, അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു തമാശ തോന്നി. ഞാൻ കരുതി ഒരു സർവേ എടുക്കാമെന്ന്. അപ്പോൾ ഒരാഴ്ച അവിടെ പേഷ്യൻ്റ് ഓരോന്ന് വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എംപ്ലോയിഡ് ആണോ? അതെ. ബട്ട് ഫോർ ദ മണി വിൽ യു ബി കീപ്പിംഗ് ദ ജോബ് എന്ന് ചോദിച്ചു. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ബട്ട് ഫോർ ദ മണി വിൽ യു ബി ഹോൾഡിംഗ് ദ ജോബ്? And the outcome was 8 out of 10 people only did it because that they had that money and no other interest. But 2 out of 10 they said, yeah, I love my job. Probably 20 years ago. 20 years ago, idaayirunnu mindset. Okay. But 8 out of 10 didn't actually care for the job. They only did it because for the money. But 2 out of 10 അവർ പറഞ്ഞു, yeah, I enjoy my job. I'm looking forward to go every day and I enjoy my work, my friends, everything. അങ്ങനെ 2 പേരേ ഉള്ളൂ അതിനകത്ത്, 10ൽ 2 പേര്. ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പം മനസ്സിലാകണം, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളൊരു ജോലി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്. അപ്പോൾ അതിൽ കൂടെ സ്ട്രെസ് അല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുന്നത്? അല്ല, അങ്ങനെ വരുന്നിടത്താണ് ഈ പറയുന്ന ഹോബി എന്ന് പറയുന്ന ആ ഒരു സെഗ്വേ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മുടെ മൈൻഡിന് ഇറ്റ്സ് യുവർ മൈൻഡ്, അതൊരു ഈവൻ ഇറ്റ്സ് എൻ ഇൻസ്റ്റിങ്ക്റ്റീവ് നീഡ് ആസ് വെൽ ഫോർ യു ടു കീപ് ക്രിയേറ്റിംഗ് തിങ്സ്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊരു ഉപയോഗം എനിക്ക് തോന്നണ്ടേ? അതെ, അതാ പറയുന്നത്. നമ്മൾ മറ്റേത് ശമ്പളം കിട്ടാനായിട്ടുള്ള ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് വീട്ടിൽ വരിക, അത് നമുക്ക് സമയമില്ല, നമുക്ക് ഈ പാഷനേറ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് പോകാനുള്ള സമയമില്ല. അങ്ങനെ മുരടിച്ച ആളുകളുടെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ കൂടാണ് ഈ പറയുന്ന സ്ട്രെസ്സുകളും ബഹളങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ എംപ്ലോയർ ഓൾസോ ദേ start treating you like a slave and asking you for performance and show the graph that you haven't achieved that and all that business. Okay, stress ആളുകൾക്ക് ഉണ്ടാക്കും. അവ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഈ ഒരുപാട് ഈ ക്രോണിക് ഇൽനെസ്സസ് നമ്മൾ കാണുന്നത് അതിന് ഈ ബേസ് ഉണ്ട്, ഈ സ്ട്രെസ് ബേസ് ആണ്. അത് ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതായാലും, കൊളസ്ട്രോൾ മേലോട്ട് വീഴുന്നതായാലും, ഷുഗർ കൂടുന്ന, ഇതെല്ലാം നമ്മൾ നോക്കിയാൽ അതിനെല്ലാം ഈ സ്ട്രെസ്സിൽ ബേസ്ഡ്. അതായത് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തുണ്ട്. അതിൻ്റെ ലെവലിങ്ങിൻ്റെ മേലോട്ട് പോയി കഴിയുമ്പോൾ മെനി തിങ്സ് ഗോ റോങ് ഇൻ അവർ ബോഡി. അപ്പോൾ ഈ കോർട്ടിസോൾ ലെവൽ മേലോട്ട് പോകുന്നത് ഈ സ്ട്രെസ്ഫുൾനെസ് കൊണ്ടാണ്. അപ്പോൾ ഒരു അൺസാറ്റിസ്ഫാക്ടറി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ the cortisol will go up and create all the other problems in the body. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, പലതിനെ അഫക്റ്റ് ചെയ്യും. ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവൽ ഓഫ് ഒരു ഹോളിസ്റ്റിക് സ്കോപ്പ് ഉണ്ടായിരുന്നു ഈ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ. അങ്കിളീ പറഞ്ഞു വന്ന കാര്യങ്ങൾ ആൻഡ് ദ വേ ദാറ്റ് യു കണക്ട് എവറിത്തിങ് ബാക്ക് ടു എന്താ പറയുക മെഡിക്കൽ സയൻസിൻ്റെ, മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിൽ നിന്നാണ് ഈ പറഞ്ഞ മാതിരി സിസ്റ്റംസിൻ്റെ ഒരു അസസ്മെൻറ്റ്. അതല്ലാതെ ഈ പറഞ്ഞ മാതിരി ഏൻഷ്യൻ സയൻസസിൻ്റെ കണക്കിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ സൈഡിൽ നിന്നും നോക്കുമ്പോൾ ഒരു അസസ്മെൻറ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക്, ഒരു കോൺട്രിബ്യൂട്ടർ, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ മാതിരിയുള്ള ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റിൽ നിന്ന് നോക്കുന്ന അസസ്മെൻറ്റ്. ഇതിനകത്ത് എല്ലാത്തിനകത്തും വാട്ട് കീപ്സ് യു മൂവിങ് ഈസ് യുവർ ഹെൽത്ത്, എ സൗണ്ട് ബോഡി ആൻഡ് എ സൗണ്ട് മൈൻഡ് എന്ന് വരുന്നിടത്തേക്കാണ് അങ്കിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മളത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വാലിഡേറ്റ് ചെയ്തിട്ട് എത്രത്തോളം നമ്മളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും എങ്ങനെ ആ ഒരു സെൻറ്ററിങ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ജോലി. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരു ലൈഫ് മിഷൻ. കുറെ കൂടെ നമുക്ക് വില കൊടുക്കണം. അതെ, അത് കൊടുത്തേ പറ്റൂ. എന്തുകൊണ്ടോ നമ്മളെ മറന്നിട്ട് ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്ന് വില കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ കൊണ്ടാണ്. ആ നമ്മളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു സൗണ്ട് ഹെൽത്തും
ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് സിസ്റ്റം ഇസ് ആസ് ഗുഡ് ആസ് യു. പക്ഷെ അങ്ങനത്തെ ഒരു ലോങ് ടേം തിങ്കിങ് ഇങ്ങനത്തെ ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലില്ല. ദർ ഓൾ ഡിസ്പോസബിൾ തിങ്സ്. അതായത് അവർക്ക് ഒരുത്തൻ എക്സോസ്റ്റ് ചെയ്ത് പോയാൽ വേറൊരുത്തനെ എംപ്ലോയ് ചെയ്യാൻ കഴിയും അവർക്ക്. അപ്പം ദേ ആർ ഓൾ ഡിസ്പോസബിൾ കമ്മോഡിറ്റീസ്. അതാണ് ഞാൻ ഈ പറഞ്ഞ ന്യൂ സ്ലേവ് സിസ്റ്റത്തിൽ ഒരു സ്ലേവ് ചത്തു വീണാൽ വേറൊരു സ്ലേവിനെ അവിടെ കൊണ്ടിറക്കി വിടും അത്രയാണ്. പക്ഷെ സിസ്റ്റം വിൽ റിമൈൻ ആൻഡ് ദ ബെനിഫിഷ്യറി പീപ്പിൾ ദേ ഡോണ്ട് മൈൻഡ് ദാറ്റ് ഇഫ് യു ഡ്രോപ്പ് ഡെറ്റ് ദെയർ. അവർക്ക് നത്തിങ് ചേഞ്ചസ്. അപ്പോൾ അതിന് നമ്മൾ ഇൻഡിവിജ്വൽ ഹാസ് ടു ടേക്ക് ചാർജ് ഓഫ് അവർ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അതിന് ഓരോന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ഈ 4 ടൈപ്പിലുള്ള എക്സസൈസസും ശരീരത്തിന് മനസ്സിന് സ്വസ്ഥതയിലിരുന്നിട്ട് മെഡിറ്റേഷൻ പോലുള്ള ഓരോന്ന് ചെയ്യുക. അപ്പോൾ മെഡിറ്റേഷൻ എല്ലാവരും പറയും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അത് പറയുന്നത് എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ലെന്ന് പറയുന്ന പോലൊരു പണിയാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. പക്ഷേ അതിന് ആ ഒരു സമയം കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ണു അടച്ചിരുന്ന് 20 മിനിറ്റ് അവിടെ കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊന്നിലും എൻഗേജ് ചെയ്യാതെ നമ്മൾ 20 മിനിറ്റ് കണ്ണു അടച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൽ ഇങ്ങനെ അറ്റൻഷൻ കൊടുത്ത് 20 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയാത്ത കാര്യമാണോ? അല്ല. ആദ്യം പ്രശ്നം ഉണ്ടാവും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിലെ ഓഫീസിലെ പ്രോബ്ലം അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രോബ്ലം അല്ലെങ്കിൽ പിള്ളേരുടെ പ്രോബ്ലം എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ അത് വന്നോട്ടെ, അത് വരുന്നതിന് കുഴപ്പമില്ല. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുക്ക ആരെങ്കിലും എന്ത് മെഡിറ്റേഷൻ ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടുത്തെ ചെയറില്ലേ അതിൽ പോയി ഇരുന്നാൽ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല. അതിനിടയ്ക്ക് പക്ഷേ പല ട്രെയിനുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിൽക്കും, പോവും. വേറൊരു പാലത്തിൽ വന്നിട്ട് വേറൊരു ട്രെയിൻ നിൽക്കും, പോവും. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ചെയറിൽ നമ്മൾ എഴുന്നേൽക്കുന്നില്ല, ചുമ്മാ ഇതിങ്ങനെ കാണുകയാണ് ഇതെല്ലാം. അതാണ് ശരിക്കും ഈ മെഡിറ്റേഷനിൽ നമ്മൾ ഓരോ തോട്ട്സ് ഇങ്ങനെ വരുന്നത്. ഇറ്റ്സ് എ ട്രെയിൻ ഓഫ് തോട്ട്. അതിങ്ങനെ വന്നിട്ട് അതിങ്ങനെ പോവും. അതിങ്ങനെ നമ്മൾ വി ആർ ഓൺലി വിറ്റ്നസിങ് ദാറ്റ് ദിസ് ട്രെയിൻ ഈസ് കമ്മിങ് ആൻഡ് ഗോയിങ്. അപ്പോൾ യു ബിക്കം ദ വിറ്റ്നസ് ഹിയർ. ഇവിടെ ഇതിങ്ങനെ കണ്ണു അടച്ചിരുന്നിട്ട് ഒരു തോട്ട് വന്നപ്പോൾ ആ തോട്ട് കണ്ടു. അതായത് ഒരു ട്രെയിൻ വന്ന് പോയി, വേറൊരു ട്രെയിൻ വന്ന് പോയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ ഈ ട്രെയിനിൽ അല്ലെങ്കിൽ കയറിപ്പോയോ അത് എവിടെയെങ്കിലും കൊണ്ടിറക്കും. അപ്പോൾ അതാ സംഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലൊരു ഒരു ചിന്ത വരും. ആ ചിന്ത വരുന്ന ഉടനെ ആ ചിന്തയിലോട്ട് നമ്മൾ കയറിപ്പോയി ആ ചിന്ത പിന്നെ നമ്മൾ ഒരിടത്തോട്ട് കൊണ്ടുപോകും. അതൊരു ട്രെയിനാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഡയറക്ഷൻ, വിൽ ടേക്ക് യു സംവെയർ. പക്ഷേ നമ്മൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ട്രെയിനിൽ കയറാൻ പോകാമെന്ന് വെച്ചാൽ മതി. ചുമ്മാ എന്ന് വെച്ചാൽ കണ്ടു, പക്ഷേ അടുത്ത വേറൊരു ട്രെയിൻ കണ്ടു. യു അക്നോളജ് ഇറ്റ് ഈസ് ദെയർ, ഡോണ്ട് ബോർഡ് ഇറ്റ്. അത്ര മാത്രം ചെയ്യുന്ന കാര്യമുള്ളൂ. ഒരു ചിന്ത എടുത്തിട്ട് അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒബ്സഷണൽ കോൺസെപ്റ്റിലായി പോകും. നമ്മൾ അതിലങ്ങ് ഒബ്സസ്ഡ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ചെയ്യാൻ കഴിയാതെ ആരുമില്ല. ഞാൻ പല ആളുകൾക്കും ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഇതിന് വലിയ ഒന്നും പഠിക്കാനൊന്നുമില്ല. ഓൾ യു നീഡ് ടു ഡു സിറ്റ് കംഫർട്ടബിളി. എവിടെയെങ്കിലും ഒരു സ്വസ്ഥമായിട്ടിരിക്കുക, വലിയ ശല്യവും ശബ്ദവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ണു അടച്ചിരുന്ന് ഇങ്ങനെ ഓരോ തോട്ട്സ് വരുന്ന ഞാൻ എക്സ്പീരിയൻസ്. പക്ഷേ നമ്മളുടെ അറ്റൻഷൻ ഈ ബ്രെത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരും. എപ്പോഴും ആ ബ്രെത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന അറ്റൻഷനാണ് നമ്മൾ ഈ ചെയറിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ചെയറിൽ നിന്ന് അവിടെ പോകും. ഇത്രേ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ആഹാരം കഴിച്ചിട്ട് കുത്തിയിരുന്ന് ചെയ്യരുത്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരി പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെൽഫ് വർത്തിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലായ്ക തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാരണം അതുണ്ടെങ്കിലല്ലേ ബാക്കി ഡ്രൈവ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ദാറ്റ് ഐ ആം വർത്ത് സേവിങ്, ഐ ആം വർത്ത്. എനിക്ക് ഒരു മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയോ എൻ്റെ ആരോഗ്യം എത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാലല്ലേ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് എൻ്റെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഇതിനെപ്പറ്റി ഞാൻ അവെയർ ആവണം.
ഇപ്പം ഞാനൊരു ടാക്സ് പെയർ ആണ് എന്ന് സ്വയം വിചാരിക്കുന്നിടത്ത്, ഈവൻ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ കൂടി ആ ടാക്സ് ഉപയോഗിച്ചാണ് സർക്കാർ ഇന്നത് ചെയ്യുന്നത് എന്നൊരു അവയർനെസ് എത്ര പേർക്കുണ്ട്? അത് നഷ്ടം വരികയാണ് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഇതൊക്കെ അപ്പം താൻ കൊടുക്കുന്ന മൂല്യം എന്താണെന്ന് ഒരാൾ സ്വയം അവെയർ ആവുക, മോഡേൺ ആ സെൽഫ് വർത്ത് ഉണ്ടാവണം. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചിന്താഗതി മാറ്റണം. അതിൽ നമ്മൾ എപ്പോഴും ഇതിലെ ഗ്ലാസ് ഹാഫ് എംറ്റി ആയിട്ടേ കാണത്തുള്ളൂ. അതെ, മറുഭാഗം കാണില്ല. അതൊരു പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ആ ട്രാക്കിൽ കൂടെ നമ്മൾ നടക്കുകയുള്ളൂ. അതേസമയത്ത് എന്നെക്കൊണ്ട് ഈ രാജ്യത്തിനും ഈ സൊസൈറ്റിക്കും എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ചിന്തയിലുണ്ട് അല്ല പോകുന്നത്. നമ്മൾ വിചാരിക്കാം യൂസ്ഫുള്ളായി ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ, അപ്പം നെഗറ്റീവായി ആ ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ നോക്കുന്നതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ പലരും ഈ ആൽക്കഹോളും ഡ്രഗിലും അതിലോട്ട് പോകുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് സം മൈനർ ഇമ്മീഡിയറ്റ് സോളസ്, അതിനായിട്ട് പോകുന്നതാണ്. ഇന്ന് കുടിക്കും, നാളെ എഴുന്നേറ്റ് തലവേദനയും ഹാങ് ഓവറുമായിട്ട് കുത്തിയിരിക്കും. സോ റിയലി പിന്നെ ഇറ്റ് ഡസൻറ്റ് ഷിഫ്റ്റ് ദ പ്രോബ്ലം. ആ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ പറഞ്ഞ പോലെ ഈ സെൽഫ് വർത്ത് ഇല്ലാതെയും ഞാൻ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ വേണമെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഹൂ വാണ്ട്സ് ടു ലൂസ് ദ കോൺഷ്യസ്നെസ്? നമ്മുടെ കോൺഷ്യസ്നെസ്സിലാണല്ലോ നമ്മൾ എല്ലാം അബ്സോർവ് ചെയ്യണം. അത് നശിപ്പിച്ചാൽ എങ്ങനെയാണ് അത് ഒരു പോസിറ്റീവ് ആക്ഷനായിട്ട് വരുന്നത്? ഇല്ല. അപ്പോൾ ഈ മൈൻഡ് ഓൾട്ടറിങ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ മൈൻഡിനെ ഓൾട്ടർ ചെയ്തേ ഉള്ളൂ. ആൻഡ് ഇവൻച്വലി ഡിസ്ട്രോയ്സ് ഇറ്റ്. പക്ഷെ നമ്മൾ മൈൻഡിനെ അത് ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല ഒരിക്കലും. ഇല്ല. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആവശ്യമുള്ളിടത്ത് നമ്മൾ ഫോർഗറ്റ്ഫുൾനെസ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സിറ്റുവേഷൻ റിമൈനിങ് സെയിം. ഇല്ല, കുട പിടിച്ച് മഴയത്ത് നിന്നിട്ട് കാര്യമില്ല. മഴ നിൽക്കാനും പോണില്ല. മഴയത്ത് നിന്ന് മാറാനാ പഠിക്കേണ്ടത്. ഒരുപാട് പേര് സ്വയം അവരവർക്ക് വേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, പിന്നെ ഈ പറഞ്ഞ ആൽക്കഹോൾ പോലെയുള്ള സബ്സ്റ്റൻസിന്റെ അബ്യൂസിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു. സ്വയം വില കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ അവൻ്റെ സ്വന്തം ശാരീരികാരോഗ്യത്തിൻ്റെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിലേക്കൊക്കെയുള്ള വഴികൾ അവനവൻ തന്നെ തരേണ്ടിയിരിക്കുന്നു. മെഡിറ്റേഷനിലൊരു വലിയ ഗുണമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അതുപോലെ ഈ പറഞ്ഞ മാതിരി എന്താണ് ഒരു ഹോബി എന്നുള്ളത് ഞങ്ങൾ ഡിഫൈൻ ചെയ്തു. ഹോബി, പിന്നെ റിലേഷൻഷിപ്സ് അതാണ് മറ്റൊന്ന്. അതായത് നമ്മുടെ ഫാമിലിയിലെ ഭദ്രത, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും വരുന്നതെന്ന് വെച്ചാൽ എഗെയിൻ നമ്മുടെ ഈ ധാർമ്മിക് മൈൻഡാണെങ്കിൽ പ്രശ്നമില്ല. അച്ഛൻ എന്താണെന്നും അമ്മ എന്താണെന്നും കുട്ടി എന്താണെന്നും എല്ലാവർക്കും ആ ധർമ്മ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ദ റിലേഷൻഷിപ്പ് വിൽ ഗോ ഫൈൻ. പക്ഷേ ഈ മീ ബിസിനസ് വന്നു കഴിഞ്ഞിട്ട് എനിക്കെന്തുണ്ട് അതിന് കിട്ടാൻ പോകണമെന്നുള്ള ഐഡിയ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നം ഉണ്ടാവും. ബന്ധങ്ങളൊക്കെ മേലെ അത് പോകും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ കൂടെ എനിക്ക് എന്ത് കിട്ടും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, അതായത് ഈ ബന്ധത്തിൽ ഞാൻ എന്ത് കൊടുക്കും കഴിയും, എനിക്കതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബന്ധത്തിലേക്ക് എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ ആ ബന്ധങ്ങളിൽ പ്രശ്നം കാണില്ല. പക്ഷെ അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആ ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മറ്റവരെല്ലാവരും ടയേർഡായിട്ട് പോകും. അപ്പം നമ്മൾ വിചാരിക്കും എനിക്കിവിടെ നിന്നും കിട്ടുന്നത് ഞാൻ വിളിക്കുന്നു. സോ ദിസ് ഈസ് ദി പോയിന്റ് ഓഫ് വ്യൂ ചേഞ്ച്. അതായത് നമ്മുടെ ഈ ധാർമ്മിക് മൈൻഡ് സെറ്റിൽ നിന്ന് ഇങ്ങനെ ഈ വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ള വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവിടെയും വന്നു കഴിയുമ്പോൾ റിലേഷൻഷിപ്പും എല്ലാം തരും. കുട്ടികളുമായിട്ടുള്ള ബന്ധവും അങ്ങനെ തന്നെ ആവും. അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡിമെൻഷനാണ്. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. അതിനകത്തുള്ള നമ്മുടെ സ്ട്രെങ്ത് ബിൽഡിങ്ങിന് എൻഡ്യൂറൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെച്ചിങ്, ഇങ്ങനെയുള്ള നമുക്കൊരു ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യേണ്ട റുട്ടീനിൽ നമ്മൾ ഒറിജിനലി ഭാഗമായിരുന്നതും കൺവീനിയൻസ് കൊണ്ടും കംഫർട്ട് കൊണ്ടും ഇന്നോവേഷൻസ് കൊണ്ടും ഇല്ലാതാവുകയും ചെയ്ത ഒരുപാട് ജോലികൾ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന എക്സസൈസ്, അറ്റ്ലീസ്റ്റ് എക്സസൈസുകളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറഞ്ഞു.
അതുപോലെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു 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 എൻറ്റിറ്റീൻ്റെ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും യോഗ പോലെയുള്ള മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസിനെ പറ്റി പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ, ഹോബീനെ റീഡിഫൈൻ ചെയ്യുന്നു, റിലേഷൻഷിപ്പിനെ ഈ പറഞ്ഞ മാതിരി എത്രത്തോളം കാര്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇവിടെ എല്ലായിടത്തും ഒരു ധാർമ്മിക് മൈൻഡ് സെറ്റ് എന്ന് അങ്കിൾ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നതിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നു. അതേസമയം നമ്മുടെ ഒരു കുറേ കൂടെ നമുക്ക് ഒരു സെൽഫ് വർത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഹോബീസ്, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ആ വാസനകളെ പുറത്ത് കൊണ്ടുവരാനുള്ള ഹോബീസിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം എന്തെന്ന് പറയുകയുണ്ടായി. ഇതൊന്നും അല്ലാതെയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂ സ്ലേവറിയെ പറ്റി അങ്കിൾ പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഡെഫിനറ്റ്ലി ആരൊക്കെ എവിടെയൊക്കെ ഒരു ചിന്തിക്കേണ്ട കാര്യമല്ല. ഇത് ഓരോ മനുഷ്യനും ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതിലേക്കാണ് അങ്കിൾ പോയിന്റ് ചെയ്യുന്നത്. അതെ, നമ്മുടെ ഈ സംഭാഷണത്തിൽ കൂടെ അത് കേൾക്കുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ദം തിങ്ക്. യെസ്, അത്രേ ഉള്ളൂ. യെസ്, അതായത് നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുകയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും വർത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഈ കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കേണ്ടത്. അതെ, ഇല്ല, ഇത് കേൾക്കുന്ന എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായെന്നുള്ളത് 100%. കാരണം ഞാനിത് ഇൻഡെക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, മറന്നു പോവാതെ ഇത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ശേഖരിക്കാനും. ഇത് കാരണം എനിക്ക് നാളെ ആരോടെങ്കിലും എനിക്കിത് പറയണമെന്നുമുണ്ട്. കാരണം ഇത്ര വെൽ സ്ട്രക്ചേർഡായിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സംഭാഷണത്തിന് മുൻപ് വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചു ഇതിൻ്റെ ഇതായിട്ട്. അതിന് ഒരു വലിയ നന്ദി ഞങ്ങളോട് പറയുന്നു. അത് എൻ്റെ ലൈഫിൽ കൂടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് എനിക്കുള്ളത്. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും, അറിയാൻ ശ്രമിക്കും. അതിൽ കൂടെയുള്ള ഒരു മുതലാണ് എൻ്റെത്. അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ ഉണ്ണിക്ക് അത് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ വെരി ഗുഡ്. അതെ, എനിക്ക് ഉറപ്പാണ്. ഇത് ശ്രദ്ധയോടെ കാണുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ടായി എന്നുള്ളത് എനിക്ക് ഇപ്പോഴേ പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഉറപ്പായിട്ടും മനസ്സിരുത്തി കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും തീർച്ച. ഫീഡ്ബാക്കായിട്ട് തിരിച്ചു തന്നാൽ അങ്കിളിന് ഇന്നിവിടെ നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്ത ഈ സമയത്തിൻ്റെ വേർത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്കിളിൻ്റെ കൂടെ മനസ്സിലാകും. അത് ഞാനും പ്രതീക്ഷിക്കുന്നു ശ്രോതാക്കൾ അത് തരുമെന്നും. ഇമെയിലായിട്ടായിരുന്നാലും 92.3 മലയാളം FM എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക് ഹാൻഡിൽസ്. അതുപോലെ 92.3 മലയാളം FM മെൽബൺ @gmail.com എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമെയിൽ ID. ഇതിലേതിലൂടെയാണെങ്കിലും അങ്കിളിനെ ആയിരുന്നാലും എൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് ബൈ. Goodbye. Thank you so much for listening.